രാഹുൽ കെ പി ഗോൾഡൻ ബാച്ച് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിൽ അംഗമായിരുന്ന താരമാണ് രാഹുൽ കെ പി. പക്ഷേ രാഹുൽ കെ പിയുടെ ടാലന്റ് അർഹിക്കുന്ന തരത്തിലുള്ള പ്രകടനം രാഹുൽ കെ പിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. രാഹുൽ കെ പിയുടെ കാര്യം മാത്രമല്ല, ആ ടീമിലെ പല പ്രമുഖരുടെ അവസ്ഥ ഇന്ന് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പം അന്ന് ക്യാപ്റ്റനായിരുന്ന അമർജിത് സിംഗ് ഖിയാമിന്റെ കാര്യവും ഇത്തിരി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പിന്നെ ആ സീസണിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ധീരജ് സിംഗ് മോമിങ്താമിന്റെ അവസ്ഥയൊക്കെ വല്ലാത്തതാണ്. അതുപോട്ടെ. രാഹുൽ കെ പി ഇൻസ്പയർഡായി രാഹുൽ കെ പി ഇൻസ്പിറേഷനായി കണ്ടുകൊണ്ടാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എസ് താരവും ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ കളിക്കുകയും ചെയ്യുന്ന നിഹാൽ സുധീഷ് മുന്നോട്ട് പോകുന്നത്. നിഹാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഐ ലൈക്ക് രാഹുൽ കെ പി. ഞാൻ രാഹുൽ കെ പി ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ വാച്ച് ഹിസ് ഗെയിം മെനി ടൈംസ്. ഞാൻ അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ ഒരുപാട് തവണ കാണുന്നുണ്ട്. ഐ ഫൈൻഡ് മൈസെൽഫ് സിമിലർ ടു രാഹുൽ ഇൻ ടേംസ് ഓഫ് പീസ് ആൻഡ് സ്റ്റൈൽ ഓഫ് പ്ലേ. ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നത് രാഹുൽ കെ പിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിലും അദ്ദേഹത്തിന്റെ വേഗതയിലും മറ്റുമൊക്കെയാണ്. ഹെൻസ് ഐ വാച്ച് ഹിം മോർ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം നിഹാൽ സുധീഷിനെ സംബന്ധിച്ചിടത്തോളം, നിഹാൽ സുധീഷ് രാഹുൽ കെ പിയെ കണ്ടുപഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. രാഹുൽ കെ പിയുടെ സ്പീഡും രാഹുൽ കെ പിയുടെ പ്ലേയിങ് സ്റ്റൈലും എല്ലാം ബലത്തിൽ വരുത്താനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് നിഹാൽ സുധീഷ് പറയുമ്പം ഇപ്പം ആരാധകർക്ക് നിഹാൽ സുധീഷിന് രാഹുൽ കെ പിയേക്കാൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്നത് ടാലന്റ് ബേസ് നിഹാൽ സുധീഷിനെക്കാട്ടി മുകളിൽ തന്നെയാണ് രാഹുൽ കെ പി. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് രാഹുൽ അങ്ങോട്ട് ഷൈൻ ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷെ പഞ്ചാബിലെ ലോൺ അടിസ്ഥാനത്തിൽ പോയ നിഹാൽ സുധീഷ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം രാഹുലിന്റെ തിരിച്ചുവരവിന്റെ സീസൺ കൂടി ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സീസണിനെ കുറിച്ച്.